നമസ്കാരം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ കുറച്ച് സംഗതികളായിട്ട്, കുറച്ച് സംഗതികളായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. സിബിനും അതിനോടൊപ്പം തന്നെ അഖിൽ മാരാരും ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. ലൈവായിരുന്നു ഇന്ന് കംപ്ലീറ്റ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കണ്ടസ്റ്റന്റിനോട് വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്. അഖിൽ മാരാരായാലും സിബിനായാലും തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലേ എന്ന് നമുക്ക് വളരെയധികം ഡൗട്ടുണ്ട്. ഒന്നും നമുക്ക് ക്ലിയർ അല്ല. എന്നാലും സിബിനും അഖിൽ മാരാരും ഒത്തിരി തെളിവുകളാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് പോലെ തന്നെ ഓരോ കണ്ടസ്റ്റന്റിനും മരുന്നുകൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തിനുള്ള മരുന്നാണെന്ന് നമുക്കറിയില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ ഇത്ര ദിവസം ലോക്ക് ചെയ്തിടുക, ലോക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചില കണ്ടസ്റ്റന്റിനോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതിനെ കുറിച്ച് ഇതിനകത്ത് സിബിൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് എന്നുള്ളത് നമുക്കത് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകണം എന്നാണ് ഈ ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരുടെയും എൻ്റെയും ആഗ്രഹം. തീർച്ചയായിട്ടും നല്ല നല്ല ടാസ്കുകൾ കൊടുത്ത് വളരെ മനോഹരമായ രീതിയിൽ മുൻപോട്ട് പോട്ടെ എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ സിബിനും അഖിൽ മാരാരും ലൈവായിട്ട് വന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടായി. ആ കാര്യങ്ങളിൽ പറയുന്നത് ഒരുപാട് പരിമിതികൾക്കപ്പുറത്തേക്കാണ് ഓരോ കണ്ടസ്റ്റൻറ്റിനെയും അവരെ വളരെയധികം പ്രമോക്ക് ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ ഉപദ്രവം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു രീതിയിൽ വരെ സംഭാഷണങ്ങൾ വരുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നതിനൊരു പേടി, ഭയം എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ലാലേട്ടനോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടും അതിനോടൊപ്പം തന്നെ ഈ ബിഗ് ബോസിലെ ഒത്തിരി വന്നുപോയ കണ്ടസ്റ്റൻ്റ് ആയാലും വളരെ നല്ല കണ്ടസ്റ്റൻ്റ് ആയാലും എല്ലാ കണ്ടസ്റ്റൻ്റിനോടും നമുക്ക് വലിയ താല്പര്യമുള്ളതുകൊണ്ടും ഇനി ആ പ്രോഗ്രാം കാണുക തന്നെ ചെയ്യും. പക്ഷേ ഈ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ചില തെളിവുകൾ സിബിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കുറച്ച് ഭയം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളും അതിൻ്റെ അടിസ്ഥാനപരമായ രീതിയിൽ മുൻപോട്ടുള്ള നിയമങ്ങളും വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ലോകത്തിലെ എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്ത ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ തന്നെ പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു സാധാരണക്കാരനും ചെന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കണ്ടിരിക്കുന്നത്. ഈ ഒരു ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിനെ കണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സിബിൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ അഖിൽ മാരാർ പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഭയമുണ്ട്. പക്ഷെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് എന്നുള്ളത് നമുക്ക് ഇതുവരെ വ്യക്തമല്ല. എന്തായാലും ഒത്തിരി തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ആ തെളിവുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഇനിയിപ്പോൾ ബിഗ് ബോസിനുള്ള ഒരു അപേക്ഷയാണ്. ഒത്തിരി സാധാരണക്കാരായ ആക്ടിവിറ്റീസുള്ള ഒത്തിരി കണ്ടസ്റ്റൻസ് ഇനിയും വരും. അപ്പോൾ അവരോടൊക്കെ വളരെ മാന്യമായ രീതിയിൽ പെരുമാറുകയും നിയമപരമായ രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയും ഇത്ര ദിവസം ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാലും ആ രീതിയിൽ തന്നെ വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടുകൂടി ഒരു കുടുംബമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ലാലേട്ടനോട് ഇഷ്ടമാണ്. ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലൂടെയല്ല ലാലേട്ടനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനിയും നല്ല നല്ല രീതിയിൽ ബിഗ് ബോസ് മുൻപോട്ട് പോകട്ടെ. ഈ അഖിൽ മാരാരും സിബിനും പറഞ്ഞ കാര്യങ്ങൾ അവർ തെളിവുകൾ നിരത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിലും ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോടും അതൊക്കെ വളരെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ടാസ്ക് കൊടുക്കുകയും ഇനി ഒത്തിരി മത്സരങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്യട്ടെ.